ഗസയിൽ കൂട്ടക്കുരുതിയും പട്ടിണിയും രൂക്ഷമായതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് ലോകം. ഇസ്രായേലിൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നു. നെതന്യാഹുവിനെതിരെ അതിരൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട്. അതിനിടയിൽ വേറിട്ടൊരു വിമർശനം ചർച്ചയാകുന്നു. വിമർശനം ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് എത്തുന്നത്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി യഹൂദ് ഓൾമർട്ടാണ് വിമർശനവുമായി എത്തിയത്. 2006 മുതൽ 2009 വരെ ഇസ്രായേലിൻ്റെ 12ാമത് പ്രധാനമന്ത്രിയായിരുന്നു യഹൂദ് ഓൾമർട്ട്. ഇസ്രായേൽ മാധ്യമമായ ഫാരഡ്സിന് വേണ്ടി എഴുതിയ ലേഖനത്തിലാണ് യുദ്ധ നടപടികളെ അദ്ദേഹം വിമർശിച്ചത്. ഗസയിൽ ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങൾ നടത്തുകയാണ്. ആയിരക്കണക്കിന് നിരപരാധികളായ പലസ്തീനികളും നിരവധി ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സർക്കാർ നിലവിൽ ലക്ഷ്യങ്ങളോ വ്യക്തമായ ആസൂത്രണമോ ഇല്ലാതെ വിജയസാധ്യതയില്ലാത്ത ഒരു യുദ്ധം നടത്തുകയാണെന്നും യഹൂദ് കുറ്റപ്പെടുത്തി. സ്ഥാപിതമായ ശേഷം ഒരിക്കൽ പോലും ഇസ്രായേൽ രാഷ്ട്രം ഇത്തരമൊരു യുദ്ധം നടത്തിയിട്ടില്ല. നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘം ഈ മേഖലയിലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു മാതൃക സൃഷ്ടിച്ചു. പലസ്തീനിലെ നിരപരാധികളായ ഇരകൾ സമീപ ആഴ്ചയിൽ ഭീകരമായൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നും യഹൂദ് എഴുതി. ഗസയിലെ സമീപകാല പ്രവർത്തനങ്ങൾക്ക് നിയമാനുസൃതമായ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നും ഇപ്പോഴത്തെ ആക്രമണം ഒരു സ്വകാര്യ രാഷ്ട്രീയ യുദ്ധമായി മാറിയെന്നും യഹൂദ് കുറ്റപ്പെടുത്തി. യുദ്ധത്തിൻ്റെ ഫലം ഗസയെ ഒരു മാനുഷിക ദുരന്ത മേഖലയാക്കി മാറ്റുക എന്നതാണെന്നും യഹൂദ് പറഞ്ഞു. ഗസയിൽ ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നില്ലെന്ന് താൻ പലപ്പോഴും വാദിച്ചിട്ടുണ്ട്. എന്നാൽ ഗസയിൽ ഇപ്പോൾ നടക്കുന്നത് വിനാശകരമായ യുദ്ധമാണെന്നും യഹൂദ് പറഞ്ഞു. ഒരു സാഹചര്യത്തിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഗസയിലെ സാധാരണക്കാരെ വിവേചനരഹിതമായി ആക്രമിക്കാൻ ഉത്തരവിട്ടിട്ടില്ല. എന്നാൽ ഗസയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു വിനാശകരമായ യുദ്ധമാണ്. വിവേചനരഹിതവും പരിധിയില്ലാത്തതും ക്രൂരവും കുറ്റകരവുമായ രീതിയിൽ സാധാരണക്കാരെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് ദുഷ്ടലാക്കോടെ ദുരുദ്ദേശത്തോടെ നിരുത്തരവാദപരമായി നിരപരാധികളെ കൊല്ലുകയാണ് സർക്കാർ ചെയ്യുന്നത്. അത് നെതന്യാഹു സർക്കാരിൻ്റെ നയത്തിൻ്റെ ഫലമാണ്. ഇസ്രായേൽ ശരിക്കും ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ്. നെതന്യാഹുവിൻ്റെ പാർട്ടിയുടെ മുൻ അംഗം കൂടിയായ യഹൂദ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ ഗസയിൽ ഇപ്പോൾ തുടരുന്ന യുദ്ധത്തെ ബന്ധുക്കളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ലക്ഷ്യമില്ലാത്ത യുദ്ധമെന്നാണ് ഓൾമർട്ട് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പരാമർശം വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു.